ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയാണ് വിശേഷം? ഞാൻ ഈവനിങ്ങിൽ നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു ലൊക്കേഷനിൽ നിന്നാൽ സൺസെറ്റ് ഭംഗിയായിട്ട് കാണാം. അതുകൊണ്ട് ഞാൻ ഇവിടെ വന്നതാണ്. ഇവിടെ ഇരിക്കാനൊരു ബെഞ്ചൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആ ബെഞ്ചിലിരുന്ന് സ്വസ്ഥമായിട്ട് ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ ഇരുന്നാൽ കുറച്ച് സിറ്റിയുടെ പോർഷൻസ് ചെറുതായിട്ട് കാണാം. ഞാൻ ഇന്നലെ കോളേജിൻ്റെ അടുത്തുള്ള പാർക്കിൽ പോയപ്പോൾ അവിടെ നിന്ന് ഞാനൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഫസ്റ്റ് പോർഷൻസൊക്കെ എങ്ങനെയോ ഡിലീറ്റ് ആയിപ്പോയി. പക്ഷേ ബാക്കിയുള്ള പോർഷൻസ് ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തിടുകയാണ്. നല്ലൊരു തൂവലിൻ്റെ ഷേപ്പ് ഉണ്ടാക്കി വെച്ചേക്കുന്നു. സൂപ്പറായിട്ടുണ്ട്. രസത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ക്രിയേറ്റിവിറ്റി പറയാണ്ടിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല. നല്ല ക്രിയേറ്റീവായിട്ട് തൂവലുകൾ, ഷേപ്പ്. പിന്നെ ഇതുപോലെ സ്വാൻ റിവറിൻ്റെ അടുത്തൊരു പാർക്കുണ്ട്. ഞാൻ കുറേ ദിവസമായിട്ട് പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു. അവിടെ ഇങ്ങനെ ഇതുപോലെ തന്നെ പല രൂപങ്ങളും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമായിരുന്നു കാണാൻ. ഇത് യുക്കാലിപ്സാണ്. ഒരു പല ടൈപ്പുള്ള യുക്കാലിപ്സിൻ്റെ അതിന് പൂവുണ്ടാവും. പൂവിനകത്ത് എന്തോ ബീസ് ഉണ്ട്. അത് നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ബീസാണ്. കടന്നലാണോ തേനീച്ചയാണോ? കടന്നൽ. നമ്മൾ നല്ല കൊത്ത് കിട്ടുന്നേ. കുത്തല്ല. അപ്പോൾ ഇതാ മഞ്ഞപ്പൂവ്. ചില സ്ഥലത്ത് ചുവന്ന പൂക്കളാണ് ഉണ്ടാവുക. എനിക്ക് യുക്കാലിപ്സിൻ്റെ മണം നല്ല ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. ചിലർക്ക് അതിൻ്റെ ഒരു തീക്ഷ്ണമായ ഗന്ധം ഇഷ്ടമാണുണ്ടാവില്ല. പക്ഷെ ഇതെനിക്ക് ക്രേസാണെന്ന് തന്നെ പറയാം. ഒരു ലഹരിയാണ് ഇതിൻ്റെ മണം. ചിലർക്ക് ഇങ്ങനെ ചില ലഹരി വസ്തുക്കളോട് ഒരു അടിമത്വം ഉള്ളതുപോലെ ഞാനിപ്പോൾ ഇതിൻ്റെ ഇല കണ്ടാലും എനിക്കൊന്ന് സ്മെല്ല് ചെയ്ത് നോക്കാൻ നല്ല ഇഷ്ടമാണ്. ഇതെന്താണ്? അതിൻ്റെ കായായിരിക്കുമോ? മഞ്ഞ പൂക്കളുടെ ഇടയിൽ കൂടെ ചുമന്നൊരു സാധനം കാണുന്നു. ഇത് അതിൻ്റെ പഴമാണോ എന്താണെന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മൾ ഈ മരങ്ങളെ കണ്ടു ആസ്വദിക്കുക എന്നല്ലാതെ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കറിയില്ല. ഒരു കൊമ്പിൽ തന്നെ മഞ്ഞപ്പൂവും കാണുന്നുണ്ട്. അതിൻ്റെ അടുത്ത് ഇവിടെ ചുവന്ന ഈ സംഭവം കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ യുക്കാലിപ്സിൻ്റെ ഇവിടെ നല്ല തണലുണ്ട്. സാധാരണയായിട്ട് നല്ല വെയിലും നല്ല ചൂടുമാണ്. അപ്പുറത്തെ പക്ഷേ ഈ ഒരു ഏരിയയിലേക്ക് വന്നപ്പോഴത്തേക്കും നല്ല തണലാണ്, നല്ല സുഖത്തിലാണ് ഉള്ളത്. പിന്നെ കുറച്ചും കൂടി ഞാൻ ഒരുപാട് അങ്ങോട്ട് നടക്കുന്നില്ല. നല്ല വെയിലുള്ള സമയമാണ്. ഞാൻ പറഞ്ഞതുപോലെ നല്ല ചൂടൊക്കെ ഉള്ള സമയമാണ്. കുറച്ചങ്ങോട്ട് നടന്നാലും ക്ഷീണിച്ചു പോകും, എന്നല്ലാതെ ഡീഹൈഡ്രേറ്റഡൊക്കെ ആയിപ്പോകും. സാധാരണയായിട്ട് ഒരുപാട് വെള്ളം കുടിക്കുന്ന ഒരു ശീലം നമുക്ക് അത്രയും അങ്ങോട്ടും ഭയങ്കര ആയിട്ടില്ലാത്തത് കൊണ്ട്, മടിയൊക്കെ ഉള്ളതുകൊണ്ട് ഡീഹൈഡ്രേഷൻ വരാൻ സാധ്യതയുണ്ട്. നമുക്ക് വളരെ അത്യാവശ്യത്തിനുള്ള വെള്ളമേ കുടിക്കാറുള്ളൂ. നിങ്ങളെങ്ങനെയാണ്? വെള്ളം കൂടി ശീലമൊക്കെ എങ്ങനെയുണ്ട്? അവിടെ സീറ്റ് ഉണ്ടിരിക്കുക. ഇവിടെ ഇരിക്കണമോ? വേണ്ട, ഇവിടെ വേറൊരു സമയത്ത് വന്നിരിക്കും. നമുക്ക് ആരെങ്കിലും ലവറോ ഹസ്ബൻഡോ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇവിടെ വന്നിരുന്ന് കൊച്ചു വർത്താനമൊക്കെ പറഞ്ഞിരിക്കാം. ആരോ എന്തൊക്കെയോ എഴുതിയൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങനെ ഇപ്പോൾ ആരും കമ്പനിയിലില്ല. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തന്നെയുള്ളൂ പറയാൻ. അപ്പോൾ അതിപ്പോൾ നടന്നിട്ട് പറഞ്ഞാലും മതിയല്ലോ. ഇനി നടക്കാം. ഞാനൊരു വെയിലുള്ള ഭാഗത്തേക്കാണ് എത്തിയേക്കുന്നത്. ഇച്ചിരി ബുദ്ധിമുട്ടാവും എനിക്ക്. ഞാൻ അധികം ഇവിടെ ചുറ്റുപിരിയാണ്ട് പോവാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ ഈ കാഴ്ചകളെയൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ അധികം സമയം എനിക്ക് ഇവിടെ ഇല്ല, ഈ നാട്ടിലില്ല. അത് വേറെ ഒരു തരം ചെടിയാണ്. ഇലയും പൂവൊക്കെ ഒന്ന് തന്നെയാണ്. തളിരല്ല നമുക്ക് പൂവായിട്ട് തോന്നും. പക്ഷെ അതിൻ്റെ ഇടയിൽ കൂടെ ചെറിയ പിങ്ക് കളറുള്ള കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ട്. പല വിചിത്രമായ ചെടികളും ഒക്കെ ഉള്ള സ്ഥലമാണല്ലോ ശ്രദ്ധ, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ. അപ്പം നമ്മുടെ അധികം സമയം എനിക്കിവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് സമയത്തിനുള്ളിൽ കുറേയധികം കാര്യങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. എനിക്ക് കുറേ സ്ഥലത്ത് ഒറ്റയ്ക്ക് ഞാൻ പോയി വീഡിയോസ് എടുക്കാൻ കിട്ടുമോ എന്നുള്ളതൊന്ന് ശ്രമിച്ച് നോക്കാം. അറിഞ്ഞുകൂടാ, ഇതുവരെയ്ക്ക് എനിക്കങ്ങനെ പുറത്ത് പോയിട്ടൊന്നും
കാണാനോ അല്ലെങ്കിൽ അത് ഷൂട്ട് ചെയ്ത് വീഡിയോ ആക്കാനോ ഒന്നും നമുക്ക് സാധിച്ചിട്ടില്ല. അതിനുള്ള സിറ്റുവേഷൻസ് നമുക്കില്ല. പുറത്തൊക്കെ പോയി പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അന്വേഷിച്ചാൽ നമുക്കറിയാൻ പറ്റും അവരുടെ ഷെഡ്യൂൾ എത്രമാത്രം ടൈറ്റാണെന്നുള്ളത്. നമ്മൾക്ക് പിന്നെ വേറെ പേഴ്സണൽ ലയബിലിറ്റി എന്നാലും മാനേജ് ചെയ്യാൻ ടൈമൊക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് വേറെ കുറച്ച് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളും കൂടി ഉണ്ടായിരുന്നതുകൊണ്ട് ഒട്ടും സാധിച്ചിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഷെയർ ആക്കാനായിട്ട്. അതാ കുറേ പക്ഷികൾ അവിടെ നിന്നെന്തോ കാക്കകൾ, മാക്പൈ. എനിക്കിവിടെ ഏറ്റവും പേടിയുള്ള ഒരു പക്ഷിയാണ്, അല്ല ഒരു ജീവിയാണെന്ന് തന്നെ പറയാം, മാക്പൈ. കണ്ണ് ചൂഴ്ന്നെടുത്തുകൊണ്ട് ചില മാസങ്ങളിൽ ഓഗസ്റ്റ്, സെപ്റ്റംബർ, ജൂലൈ അങ്ങനെയുള്ള ചില മാസങ്ങളിൽ കണ്ണ് വന്ന് കണ്ണിൽ കൊത്തിക്കളയും പക്ഷി. അതുകൊണ്ട് എനിക്ക് ആ പക്ഷിനെ ഭയങ്കര പേടിയാണ്. പിന്നെ ഞാനിതിനെ പറയുന്ന ഒരു ഡ്രാഗൺ ബേർഡ്, പക്ഷേ എന്തോ എമോ കിവി അങ്ങനെ എന്തോ ഒരു ബേർഡ് നിൽക്കുന്നുണ്ട്. ശരിക്കും എന്താണെന്ന് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് പറയാം. അപ്പം നിങ്ങളെന്താ എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ച്, ഇവിടെ ലഞ്ച് ടൈം കഴിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ എനിക്ക് തോന്നുന്നത് 2 hours പിറകിലാണ്. ഇവിടെ 2 മണിയോട് അടുക്കുന്ന സമയം. എക്സാക്റ്റ് സമയം നോക്കുകയാണെങ്കിൽ എക്സാക്ട്ലി 2 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ ഒരു 12 മണി കഴിഞ്ഞ് കാണുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പോൾ ലഞ്ച് കഴിക്കാൻ സമയമായിട്ടില്ല, ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ബ്രഞ്ചിൻ്റെ സമയമായിട്ടുള്ളൂ. അപ്പോൾ ഇതാ അതിൻ്റെ മുകളിലാരാ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ ശരിയില്ലല്ലോ. എന്താ ഒരു പ്രാവോ എന്തോ ഒന്ന് ഒറ്റയ്ക്ക് വന്നിരിക്കുന്നുണ്ടല്ലോ. ഇരിക്കാനുള്ള ഏകാന്തത ഇഷ്ടപ്പെടുന്ന ഒരു പക്ഷിയാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. ഞാൻ ഡിസ്റ്റർബ് ചെയ്താലോ? നമ്മൾ സുഖമായിട്ട് എന്താ അതിൻ്റെ മുകളിൽ ലൈറ്റിൻ്റെ മുകളിൽ കയറിയിരിക്കുകയാണ്. കൂട്ടമുള്ള ആൾക്കൂട്ടത്തിൽ സാധാരണ ഇവരൊക്കെ കൂട്ടായിട്ടാണ് വരാറ്. ഇന്ന് ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള ആൾക്കാരുടെ അടുത്ത് നിന്നൊക്കെ ഒറ്റപ്പെട്ട് എനിക്ക് കുറച്ച് ആലോചിക്കാനുണ്ടെന്ന് പറഞ്ഞ് ആളോട് വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടി എല്ലാ തിരക്കൊന്നും ഒഴിഞ്ഞിട്ട് ആൾ നിൽക്കുക വന്നിട്ട്. അതിമനോഹരമായ ദൃശ്യം. നല്ല ഭംഗിയിൽ നിൽക്കുന്ന മരങ്ങളൊക്കെ. ഞാനിപ്പോഴും ഒരു മരങ്ങളും ഇതെല്ലാം ഇത്ര നല്ല ഭംഗിയുള്ള ഇത് കണ്ടു കഴിഞ്ഞാൽ എക്സൈറ്റഡ് ആകുന്ന ഒരാളാണ് ഞാൻ. ചെറിയൊരു പ്രകൃതി സ്നേഹിയാണെന്നൊക്കെ പറയും. എല്ലാവർക്കും ഇഷ്ടമല്ലേ നേച്ചർ കാണാൻ? എല്ലാവർക്കും ഇഷ്ടമാണ് തോന്നുന്നു, ഒരുവിധ ആൾക്കാർക്കൊക്കെ ഇഷ്ടമാണ്. ഇതെനിക്ക് ഇഷ്ടമുള്ള ഒരു ക്രിസ്മസ് ട്രീ പോലത്തെ ഒരു ട്രീ ആണ് നിൽക്കുന്നത്. കൂറ്റൻ വൻ മരങ്ങൾ എന്ന് പറയുള്ളൂ, കൂറ്റൻ മരങ്ങളായിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയിൽ ഒരു ഷേപ്പിലൊക്കെയാണ് നിൽക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ ഷേപ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇതായിരിക്കണം ക്രിസ്മസ് ട്രീ. കണ്ടോ, കുറ്റൻ ആകാശം വരെ മുട്ടി നിൽക്കുന്നുണ്ട്. ഇവിടുത്തെ ആകാശം താഴ്ത്തി ആയതുകൊണ്ട് മുട്ടിയെന്ന് തന്നെ നമുക്ക് തോന്നുകയും ചെയ്യും. ഇതൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നത് എന്ത് ഭാഗ്യമാണ്. ഞാൻ ഇവിടെ വന്നതുകൊണ്ടല്ലേ എനിക്കിതൊക്കെ വീഡിയോ എടുക്കാനും. അല്ലെങ്കിൽ ഒന്നും എടുക്കേണ്ടേ നാട്ടിലെ കുറച്ച് അമ്പലങ്ങളിലൊക്കെ പോയിട്ട് അവർക്ക് കുറച്ച് കാഴ്ചകളും, അല്ലെങ്കിൽ നാട്ടിൽ നമ്മുടെ മൂന്നാർ, അതിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അതൊക്കെയല്ലേ ഞാൻ എടുക്കുക. നാട്ടിൽ വരുമ്പോൾ പോകണം എന്തായാലും, പോയിട്ട് എന്തായാലും കുറച്ച് റിവർ സൈഡൊക്കെ കവർ ചെയ്യണം. എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ പുഴ, ബീച്ചൊക്കെ കവർ ചെയ്യുന്നത്. പിന്നെ ഇപ്പം ഏഷ്യയിലെ വലിയ അക്വേറിയമൊക്കെ വന്നിട്ടുണ്ട് ഗുരുവായൂരിന് അടുത്തുള്ള ഒരു സ്ഥലത്ത്. അവിടെയൊക്കെ നിങ്ങളെല്ലാവരും വിസിറ്റ് ചെയ്തിട്ടുണ്ടോ? എനിക്ക് നല്ല ഭംഗിയുണ്ടോ നോക്ക്. എനിക്ക് ഇഷ്ടപ്പെട്ടു, എനിക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇതൊക്കെ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും കാണുമോ? ഉണ്ടോ? ഈ കാഴ്ചകളൊക്കെ എത്ര ഭംഗിയാണ്. അപ്പോൾ ആ അക്വേറിയം പോയി കാണണം, നല്ല രസമായിട്ടോ. ഞാൻ പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം, പോകാനുള്ള ചാൻസ് കിട്ടിയിട്ടുണ്ട്. അവിടെ ഫുള്ള് അവിടെ ക്ലോസ് ആവുന്ന സമയമായിരുന്നു. അപ്പോൾ പുറത്ത് കുറേ കാര്യങ്ങളൊന്നും കണ്ടില്ല. എന്നാലും ഉള്ളിലുള്ള ഫിഷസൊക്കെ കണ്ടു. നല്ല വെറൈറ്റിയിൽ ഫിഷസ് അവർ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്.
ഞാനൊരു കാര്യം ചെയ്യാൻ പോവാണ്. ഞാനൊരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുന്നില്ല. ഇവിടുന്ന് ഞാൻ തിരിച്ചു പോവുകയാണ്. കാരണം എനിക്ക് ഇനിയും നടന്നാൽ എൻ്റെ സ്റ്റോപ്പിലേക്ക് ഞാൻ 2 കിലോമീറ്റർ നടക്കേണ്ടി വരും. പാർക്കിൻ്റെ ഉള്ളിൽ നടന്നത്, പക്ഷേ ഇതൊരു വലിയ ഏരിയ ആയതുകൊണ്ട് ഇത് കംപ്ലീറ്റ് ആക്കുമ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് എൻ്റെ സ്റ്റോപ്പിലെത്തുമ്പോഴത്തേക്ക് കുറേ സമയം പിടിക്കും. അപ്പോൾ ഞാൻ തിരിച്ചിങ്ങോട്ട് നടന്നു.